സോ ഇവിടെ ഇപ്പം ജൂനിയർ കുട്ടികൾക്ക് എടുക്കേണ്ട എല്ലാ എക്യുപ്മെൻറ്റ്സും ഇവിടെ നമ്മുടെ മുന്നിലുണ്ട്. സോ ഇതിൽ ഓരോ എക്യുപ്മെൻറ്റ്സും എടുക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിൽ ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് ലെഗ് ഗാർഡാണ്. ലെഗ് ഗാർഡ് എടുക്കുന്ന സമയത്ത് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഈ പാഡിൻ്റെ ഇവിടെ ക്രോസ് ആയിട്ടുള്ള പാർട്ട് കുട്ടികളുടെ നീസിൻ്റെ ലെവലിൽ നിൽക്കാനായിട്ട് നല്ലപോലെ ശ്രദ്ധിക്കുക. അതിൽ കൂടുതൽ മുകളിലേക്കോ താഴേക്കോ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാഡ് കംഫർട്ടബിൾ അല്ല എന്നാണ് അർത്ഥം. അടുത്ത ശ്രദ്ധിക്കേണ്ടത് ഗ്ലൗ എടുക്കുമ്പോഴാണ്. ഗ്ലൗ എടുക്കുമ്പോൾ അവരുടെ ഗ്ലൗവിൻ്റെ സ്മോൾ ഫിംഗർ, ഈ ലാസ്റ്റ് ഫിംഗർ ആ ഭാഗത്തേക്ക് ഗ്ലൗ ഇടിയിച്ച് നോക്കുക. കുട്ടികളെ ഇട്ട് കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്യുമ്പോൾ ഈ ലാസ്റ്റ് ഭാഗത്ത് ഒരുപാട് സ്പേസ് കിടക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മളിങ്ങനെ ഞെക്കി നോക്കുക. ഞെക്കി നോക്കുന്ന സമയത്ത് ഇവിടെ ഒരുപാട് സ്പേസ് ഉണ്ട് എന്നാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഗ്ലൗ അവർക്ക് വലുതാണ്, കംഫർട്ടബിൾ അല്ല എന്നാണ് അർത്ഥം. അടുത്ത പറയാനുള്ളത് ബാറ്റിൻ്റെ കാര്യം നമ്മൾ ലാസ്റ്റ് ഒരു വീഡിയോയിൽ ചെയ്തിരുന്നു. അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്റ് എടുക്കുമ്പോൾ എപ്പോഴും അവരുടെ ഹിപ്പ് ലെവലിൽ നിൽക്കുന്ന രീതിയിലുള്ള ബാറ്റുകൾ ചൂസ് ചെയ്യാനായിട്ട് നോക്കുക. ബാറ്റ് എടുക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ബാറ്റിൻ്റെ വെയിറ്റ്. ഒരുപാട് കുട്ടികൾ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നത് ഈ ബാറ്റ് എടുക്കുന്ന സമയത്ത് കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യും. പക്ഷേ അക്കാഡമീസിലും പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തൊക്കെ ഷോട്ട്സ് കളിക്കുന്ന സമയത്താണ് അവർക്ക് അതിൻ്റെ കറക്റ്റ് വെയിറ്റ് ബുദ്ധിമുട്ടാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഹെൽമെറ്റിൻ്റെ കാര്യമാണ്. ഹെൽമെറ്റ് ചൂസ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട. ഹെൽമെറ്റിൻ്റെ ഈ ക്യാപ്പിൻ്റെ ഈ ലെവൽ എന്ന് പറയുന്നത് നമ്മുടെ ഐബ്രോസിൻ്റെ ലൈനിൽ കീപ്പ് ചെയ്യാനായിട്ട് നോക്കുക. ആ ലെവലിൽ കംഫർട്ടബിളായിട്ട് ഇരിക്കുന്ന ഹെൽമെറ്റാണ് എല്ലാവർക്കും കറക്റ്റായിട്ടുള്ളൊരു ഹെൽമെറ്റ് വരിക. ഹെൽമെറ്റ് നമ്മൾ ആദ്യം ഒന്ന് വെയർ ചെയ്ത് നോക്കുക. ദെൻ തലയൊക്കെ ഒന്ന് താത്തി പൊക്കിയൊക്കെ നോക്കുന്ന സമയത്ത് ഹെൽമെറ്റ് കണ്ണിനുള്ളിലേക്ക് വരുന്നുണ്ടോ, അല്ലെങ്കിൽ കണ്ണ് കവർ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഹെൽമെറ്റ് ലൂസായിട്ട് ഇരിക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അതും കൂടി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങളൊരു നല്ല ഹെൽമെറ്റ് ചൂസ് ചെയ്യാൻ പാടുള്ളൂ. അടുത്തത് പറയാനുള്ളത് തൈപ്പാഡാണ്. തൈപ്പാഡ് ചൂസ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായിട്ടില്ല. ബട്ട് എന്നാലും നിങ്ങളുടെ തൈപ്പാഡ് വെയർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് മുകളിലേക്ക് പൊങ്ങി നിൽക്കുന്ന രീതിയിലുള്ള തൈപ്പാഡുകളും അല്ലാതെ ഒരുപാട് താഴേക്ക് നിൽക്കുന്ന രീതിയിലുള്ള തൈപ്പാഡുകളും ചൂസ് ചെയ്യാതിരിക്കുക. കറക്റ്റ് കംഫർട്ടബിൾ ആണെന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്താനായിട്ട് നോക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ക്രിക്കറ്റ് എക്യുപ്മെൻറ്റ്സ് ചൂസ് ചെയ്യുന്ന സമയത്ത്, പ്രത്യേകിച്ച് ജൂനിയേഴ്സിന് ചൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. സോ നിങ്ങൾക്ക് ഇനി എക്യുപ്മെൻറ്റ്സ് എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും കാര്യത്തിൽ കോൺഫിഡൻസ് ഇല്ല, നിങ്ങൾക്ക് എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് അറിയില്ല, എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വരാൻ പറ്റുന്നൊരു സ്ഥലമാണ് കാക്കനാടുള്ള SGയുടെ ഈ എക്സ്ക്ലൂസീവ് ഷോറൂമിൽ. ഇവിടെ അതിനുള്ള എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാർ നിങ്ങൾ അതിന് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും.